ലത സഞ്ജു വേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉയരങ്ങളിലേക്കൊരു യാത്ര എന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊടൈക്കനാലിനെ കുറിച്ചുള്ള ചില രസകരങ്ങളായ അല്ലെങ്കിൽ വിവരണാത്മകമായ ചില കാര്യങ്ങൾ. ലേഖകന് ബസ് യാത്രയിലുണ്ടായ അനുഭവങ്ങൾ വളരെ വിശദമായി അല്ലെങ്കിൽ വിവരണാത്മകമായി തന്നെ പാഠത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പാഠത്തിലേക്ക് പോവാം. ഈ പാഠത്തിൻ്റെ ഓരോ വരിയും വളരെയധികം വിശേഷണാത്മകമായിട്ടുണ്ട്. എല്ലാത്തിലും വിശേഷത കലർത്തിയാണ് അദ്ദേഹം ഈ യാത്രാ വിവരണം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഒന്ന് വായിച്ച് നോക്കണം അല്ലേ. ഇതിൽ എടുത്തു പറയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഈ ഭയാനകമായ കാഴ്ച, അത് എന്നും പോകുന്നവർക്ക് പ്രശ്നമില്ല, അധികവും അവിടുത്തെ ആളുകൾ തന്നെയാണ്. അവരൊക്കെ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് മടങ്ങി വരുന്നത്. അവർക്കിതൊരു പുത്തരിയൊന്നുമല്ല. പക്ഷേ വിദേശികളും ടൂറിസ്റ്റുകളും ചെല്ലുമ്പോഴാണ് അവർക്ക് ഭയം. ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഇത് മുകളിലോട്ട് പോകും തോറും എനിക്ക് താഴേക്ക് നോക്കാൻ ഭയമായി തോന്നി. എനിക്കങ്ങ് ഞാനൊരു പാനിക് ഇതിലോട്ടൊക്കെ പോയി, നെഞ്ച് പടപടാന്നിരിക്കുന്ന കാര്യം. താഴെ ഹൈറ്റല്ലേ, താഴോട്ട് നമ്മൾ ആ ജനൽ സൈഡിലാണ്, ബസ്സിൻ്റെ സൈഡിലാണ് ഇരുന്നത്. താഴേക്ക് നോക്കിയപ്പം നമുക്കൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. ഞാനത് ആദ്യം പോയപ്പോഴാണ്, പിന്നെ പോയപ്പോൾ എനിക്കത് തോന്നിയില്ല. പക്ഷെ തിരിച്ചിറങ്ങുമ്പം നമുക്കത് അറിയില്ല. എന്നാൽ രാത്രിയാണ് സഞ്ചാരമെങ്കിൽ നമുക്കിതൊന്നും അറിയില്ല, ഒന്നും കാണത്തില്ല. പകൽ സമയത്ത് ഇതെല്ലാം ഇങ്ങനെ കയറി പോകുമ്പോൾ നമുക്ക് നല്ല പേടിയാവും. എന്നാൽ അധികവും ആളുകൾ അവിടുത്തുകാരായതുകൊണ്ട് അവർക്ക് അത്ര പേടിയൊന്നും, കാര്യം അവർ ദിവസവും ഇത് കാണുന്നതാണ് അല്ലേ. അതുകൊണ്ട് അവർ ബസ്സിനകത്ത് കയറി. അതാണ് ഇവിടെ യാത്രക്കാരിൽ പലരും നേരം പോക്ക് പറയുകയും കുടുംബകാര്യം ചർച്ച ചെയ്യുകയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ പ്രാദേശിക തലത്തിലുള്ള ആളുകളാണ്, കൂലിവേലക്കാരാണ്, അവർ ജോലിക്ക് പോവുകയാണ്. അതുകൊണ്ട് അവർ ആ യാത്ര ആസ്വദിക്കുകയല്ല, അവർ ദൈനംദിനം ചെയ്യുന്നതായതുകൊണ്ട് അവർക്കതൊരു പ്രത്യേകത ഒന്നും ആ യാത്രയിൽ തോന്നി. പിന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ, മഞ്ഞുകാലമാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ അവിടെ കോട ഇറങ്ങും. പിന്നെ വഴിയൊന്നും കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് പകൽ സമയമാണെങ്കിൽ ബസ്സിൻ്റെ ലൈറ്റുകളെല്ലാം തെളിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. നമുക്കിവിടെ ആളുകളുടെ കലവിലൊന്നും അല്ല നമ്മുടെ വിഷയം. നമ്മുടെ ഈ പാഠത്തിലെ ഓരോ വരികളും എന്താ പറയുക, വർണ്ണനാത്മകമാണ്. വർണ്ണിച്ചാണ് ഓരോ വരികൾ എഴുതുക. അല്പം സാഹിത്യവാസനയുള്ള കുട്ടികൾക്ക് ഇതൊക്കെ വായിച്ച ശൈലികൾ മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ അത് തീർച്ചയായും നിങ്ങൾ നന്നായിട്ട് വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഈ മഞ്ഞിനെയൊക്കെ പേടിച്ച് നേരം കഴിയും തോറും ചുരങ്ങളിൽ മഞ്ഞ് വീണ് തുടങ്ങി, തണുപ്പിന് കനം വെച്ചു, എന്താ അതിൻ്റെ അർത്ഥം? അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ നമുക്ക് പൊടിക്കൈ പോലെ ഉപയോഗിക്കാവുന്ന. മഞ്ഞിന് കനം വെച്ചു. അതെങ്ങനെ ഈ മഞ്ഞിന് കനം വെക്കുക എന്ന് പറഞ്ഞാൽ മഞ്ഞ് കൂടിക്കൂടി വന്നു, തണുപ്പ് കൂടി, അരിച്ചിറങ്ങുന്ന തണുപ്പ് എന്നൊക്കെ കേട്ടിട്ട്, എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയായിട്ട് നമുക്ക് തണുപ്പ് അടിച്ചു തുടങ്ങി. ചെറിയ കാറ്റും ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ധനുമാസത്തിൽ അടിക്കുന്ന തണുത്ത കാറ്റ്, പാടത്തൂടൊക്കെ അടിച്ചു വരുന്ന കാറ്റ് നല്ല തണുപ്പാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലുകളൊക്കെ നമുക്ക് തോന്നി. അതുപോലെ മുകളിലേക്ക് കയറും തോറും പഞ്ഞിക്കെട്ടുകൾ കയ്യെത്തി പിടിക്കുക, അതായത് മേഘങ്ങൾ, വെളുത്ത മേഘങ്ങൾ കൈ തൊടാമെന്ന് തോന്നുന്ന തോന്നൽ പോലെയായി. അപ്പോൾ ഈ യാത്ര ഇവയ്ക്കിടയിലൂടെ മഞ്ഞിൻ്റെയും മേഘത്തിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ യാത്ര ചെയ്തപ്പോൾ ഒരു പ്രത്യേക ഫീലിംഗാണ്. പാൽക്കടൽ എന്ന് പറയുന്നത് കയമില്ലാത്ത പാൽക്കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീലിംഗാണ്, ഒരു അനുഭവമാണ് എഴുത്തുകാരനുണ്ടായതെന്ന്. കയമില്ല, കുഴിയൊന്നുമില്ല, ഒരേപോലെ നിരന്ന് കിടക്കുന്ന പാൽക്കടൽ, അല്ലെ വെളുത്ത മഞ്ഞിലൂടെയല്ലേ യാത്ര. അപ്പം പുകയിലൂടെ ഇങ്ങനെ പോകുന്ന പോലെ ഒരു അനുഭവമാണ് ഉണ്ടായത്. പാഠത്തിൻ്റെ അവസാന ഭാഗത്തൊരു വിശേഷണം കൊടുത്തിരിക്കുന്ന വളരെ രസം. എന്താണ്? പകൽ രാത്രിക്ക് വേണ്ടി അരങ്ങൊഴിഞ്ഞു കൊടുത്തു. ഈ ലോകം, ഈ പ്രപഞ്ചം ഒരു നാടകശാലയാണ്. പകൽ മുഴുവനും സൂര്യൻ്റെ കലാപരിപാടികളും, അതിനുശേഷം ചന്ദ്രൻ്റെ കല എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? പകലാണ് രാത്രി, സൂര്യപ്രകാശം ഏൽക്കുന്ന പകൽ. അത് കഴിയുമ്പോൾ ചന്ദ്രൻ രാത്രിയാകുന്നു. ഇവിടെ ആ വരികൾ നോക്കി, പകൽ രാത്രിക്ക് വേണ്ടി അരങ്ങൊഴിഞ്ഞു. രാത്രിയുടെ നാടകം നടത്താൻ വേണ്ടി പകൽ തൻ്റെ പരിപാടി കഴിഞ്ഞ് പിൻവലിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? ദിവസം പകൽ കഴിഞ്ഞു, രാത്രിയിലേക്ക് നമ്മൾ പോകുന്നത്, രാത്രിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഓരോ വരികളിലും വളരെയധികം വിശേഷണം നിറഞ്ഞിരിക്കുന്നു. നമുക്കങ്ങ് വളരെയധികം ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞില്ലേ, സാഹിത്യവാസനയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം അവർ വായിച്ചു നോക്കും, അത് ആസ്വദിക്കും. വായനയുടെ ആസ്വാദനത്തെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഈ ഒരു വരി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഒട്ടിപ്പിടിച്ച കൂറ്റൻ അട്ടകളെ പോലെ ശൈത്യം കടിച്ചു കീറുന്നത്. എന്തത്? തണുപ്പാണെങ്കിൽ അസഹ്യം, ഒട്ടിപ്പിടിച്ച കൂറ്റൻ അട്ടകളെ പോലെ ശൈത്യം കടിച്ചു കീറുന്നത്. എന്താ? ഈ അട്ടകളൊക്കെ നമ്മളെ ദേഹത്ത് ഇങ്ങനെ ചേർന്നിരുന്ന് ചോര ഊറ്റി കുടിക്കുന്നൊരു കുളയട്ടയുണ്ട്, കേട്ടിട്ടുണ്ടോ? അത്
വലിയ പാടാണ് അത്. ചോര കുടിച്ചിരുന്ന് അങ്ങ് വീർക്കുക. അതിനെ വിടുവിക്കാൻ ഭയങ്കര പാടാണ്. ഇങ്ങനെ എന്തോ ചൂട് വെക്കും, അങ്ങനെ എന്തോ ചെയ്യുമ്പോഴാണ് അതിനെ പറിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ നമ്മുടെ ശരീരത്തിൽ രക്തം മൊത്തം അത് ഊറ്റിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ പോലെ പിടിച്ചു മാറ്റാൻ പറ്റാത്ത മരം കോച്ചുന്ന മഞ്ഞെന്നോ അരിച്ചിറങ്ങുന്ന തണുപ്പെന്നോ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണിത്. എന്താണ്? ഒട്ടിപ്പിടിച്ച കൂറ്റൻ അട്ടകളെ പോലെ കടുത്ത തണുപ്പ് എന്നാണ്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ 2 ബ്ലാങ്കറ്റൊക്കെ ഇട്ട് പോച്ചാൽ പോലും തണുപ്പ് മാറില്ല. ഇങ്ങനെ പല്ല് ഒരു ഉച്ച വരെ അങ്ങനെ തന്നെയാണ്. ഊട്ടിയിലൊക്കെ ഞാൻ എൻ്റെ ബന്ധുക്കളൊക്കെ ഉള്ളപ്പോൾ ഊട്ടിയിൽ താമസിച്ചിട്ടുണ്ട്. ഒരു 12 മണി വരെ ഒരു മഞ്ഞ് നിറഞ്ഞ ഒരു അന്തരീക്ഷം ആ ശൈത്യകാലത്ത്. അത് കഴിഞ്ഞ് ഒരു 2 മണി വരെയൊക്കെയുള്ള ചൂട് വരുന്നു. അപ്പോൾ വീണ്ടും മഞ്ഞായി തണുപ്പായി, ഇങ്ങനെ ബ്ലാങ്കറ്റും പുതച്ച്. അങ്ങനെയാണ്. നമുക്ക് അവിടത്തുകാർക്ക് പ്രശ്നമില്ല. നമ്മൾ വിദേശികൾ ടൂറിസ്റ്റുകൾക്കോ അല്ലെ അവിടെ കാണാൻ അല്ലാതെ പോകുന്നവർക്കൊക്കെയാണ് അത് വളരെ വിഷയമാവും തണുപ്പ്. പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ എത്താം. അതുവരെ എല്ലാവർക്കും നന്ദി.